പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. എൻ പാപകറകൾ തുടച്ചു നീക്കുവാനായി നിൻ വചനങ്ങളെന്നുമെന്നും ഉരുവിടുന്നു ഞാൻ. എൻ പാപകറകൾ തുടച്ചു നീക്കുവാനായി നിൻ വചനങ്ങളെന്നുമെന്നും ഉരുവിടുന്നു ഞാൻ. എൻ ജീവിതത്തിൻ മുറിവുകളെല്ലാം നിൻ സ്പർശനത്താൽ നീക്കിയിടണേ. ദൈവമേ, നിൻ മുഖം കാണുന്ന നേരമെല്ലാം എൻ മനം തേങ്ങുന്നു നിൻ സ്നേഹം നുകരാനായി. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് അപ്പോൾ ആ ഒരു അനുഗ്രഹം ഞങ്ങൾ നമ്മളൊരു കൃതജ്ഞത നമ്മളിപ്പോൾ ഷാലോം ടി വിക്ക് എഴുതി വിടുന്നു. അങ്ങനെ ഒത്തിരി ഇതിലോട്ട് നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലോട്ടൊക്കെ അതിന് കൃതജ്ഞത നമ്മൾ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാലോം ടി വിക്കും അതിൻ്റെ ഒരു ഇത് എഴുതി വിട്ടിട്ടുണ്ട്, കൃതജ്ഞത. അതോടൊപ്പം തന്നെ ഈ കൃതജ്ഞത ഞങ്ങൾ എഴുതി വിട്ടു. ഞങ്ങൾ ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങൾ പെനുവേൽ ഞങ്ങളിത് സ്ഥിരമായിട്ട് കാണാനായിട്ട് ഞങ്ങൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായി. കാരണം അതിൻ്റെ പ്രത്യേകിച്ചും നമ്മൾ ഈ ജീവിക്കുന്ന ഈ മണ്ണിൽ തന്നെ ഇപ്പം തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസ മണ്ണിൽ തന്നെ ഇങ്ങനൊരു കൂട്ടായ്മയുണ്ട്. ഇങ്ങനെ ഒരാൾക്കാരുടെ അവരുടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ആ ഒരു അനുഭവം കിട്ടിയിരുന്നു, ആ ഒരു സാഹചര്യം വന്നിരുന്നെങ്കിൽ നമ്മൾ ദൈവം എത്രമാത്രം തിരഞ്ഞെടുത്തവരായിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൃതജ്ഞത നമുക്കൊരു പേപ്പറിൽ എഴുതി വിടാം, പക്ഷേ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് ഇതിനേക്കാളും വലിയൊരു മാർഗം അതും നമ്മളെ തേടി വന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ആ സന്തോഷം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കില്ല. അതൊക്കെ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്ന ഒരിക്കലും ഞങ്ങൾ പെനുവേൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ല തിരഞ്ഞെടുക്കുന്നത്. അതൊക്കെ ദൈവം നിർമ്മിക്കുന്ന ഓരോ നിമിത്തങ്ങളാണ്. ഓരോ കുടുംബങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് പെനുവേലിൽ കൂടെ പരിചയപ്പെടുത്തിയ ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം 9-10 എപ്പിസോഡുകളോളം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒത്തിരി കുടുംബങ്ങളെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ജീവിത അനുഭവ സാക്ഷ്യങ്ങൾ അവർ ഈ ലോകത്തിലോട്ട് വിളിച്ചു പറയാൻ അവർ തയ്യാറായതുകൊണ്ടാണ് അവർ ദൈവം തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നു. തീർച്ചയായിട്ടും മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് അവൻ്റെ ആ ഒരു കണ്ണിൻ്റെ മാറ്റം തന്നെ എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു. ജോലിക്ക് പോകുമ്പോഴും എന്നെക്കൊണ്ട് പറ്റാവുന്ന നൊവേനയിലെല്ലാം ചെല്ലിയിട്ട് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് അവൻ്റെ ആ കണ്ണിൻ്റെ മാറ്റം കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ നല്ല ഡോക്ടറെ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അവന് നല്ലൊരു ചികിത്സ കൊടുക്കാനും സാധിച്ചു. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്.